ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് MSME. അപ്പോൾ എന്താണ് MSME എന്ന് നമുക്ക് ഞാനൊരു ക്ലിയർ പിക്ചർ തരാം. ഓക്കെ, MSMEയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്കൊക്കെ ഈ ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെക്ടറാണ് MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, വലിയ വലിയ ഇൻഡസ്ട്രിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സാധാരണ ആൾക്കാർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സെക്ടറാണ്. ഓക്കെ, ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി MSMEനെ പ്രൊമോട്ട് ചെയ്യണതും ഡെവലപ്പ് ചെയ്യണതും. അതായത് പല ടൈപ്പിലുള്ള സംരംഭം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ MSMEനെ വളർത്തിയെടുക്കാൻ നോക്കും. അതുപോലെ തന്നെ MSME വഴിയും പല പല ആൾക്കാർക്ക് എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാനും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വേറെ കുറേ ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടും ഇതിനെ കണക്കാക്കാം. ഓക്കെ, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ് സെക്ടറൊക്കെ ഈ MSMEയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണത് മെയിനായിട്ട് ഈ കൈത്തൊഴിൽക്കാരൻ, അതായത് ചെറിയ ചെറിയ കച്ചവടക്കാർ, ദിവസക്കൂലിക്കാർ, അവരൊക്കെയാണ് മെയിനായിട്ടിത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയർ എന്ന് പറയുന്നത് ഈ MSME സെക്ടേഴ്സാണ്. ഓക്കെ, ഞാൻ അടുത്ത നമുക്ക് MSMEയുടെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് MSME. അപ്പോൾ MSME ശരിക്കും പറഞ്ഞൊരു മാനുഫാക്ചറിങ് എൻ്റർപ്രൈസോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ MSME ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ് ഓർ മീഡിയം എൻ്റർപ്രൈസ്. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇക്വിപ്മെൻറ്റ്, അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് എപ്പോഴും ഇപ്പോൾ മൈക്രോ ആണെങ്കിൽ 1 crore താഴെ വരണം. ഓക്കെ, സ്മോൾ ആണെങ്കിൽ 1 crore മുതൽ 10 crore ഇടയ്ക്കായിരിക്കണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. അതുപോലെ തന്നെ മീഡിയം എൻ്റർപ്രൈസ് ആണെങ്കിൽ 10 crore to 50 crore ഇടയ്ക്കായിരിക്കണം. ഓക്കെ, അത് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? ആനുവൽ ടേൺ ഓവറാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസ് ആണെങ്കിൽ അതിൻ്റെ ആനുവൽ ടേൺ ഓവർ 5 crore താഴെ വരണം. ഓക്കെ, ഇനി അടുത്തത് സ്മോൾ എൻ്റർപ്രൈസ്. സ്മോൾ എൻ്റർപ്രൈസിൻ്റെ ആനുവൽ ടേൺ ഓവർ എന്തായിരിക്കണം? 5 crore 50 crore ഇടയില വരണം. മീഡിയം എൻ്റർപ്രൈസിൻ്റെ ആനുവൽ ടേൺ ഓവർ 50 crore to 250 crore ഇടയിൽ വരണം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് MSME സെക്ടറിൽ അത് കൂട്ടുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത MSME ആക്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ MSMEനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്. ഓക്കെ, അതായത് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസ് ഉണ്ടാവുമല്ലോ, റെഗുലേഷൻസ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ഇതിനുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത നാഷണൽ ബോർഡ് ഫോർ MSME. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ MSMEക്ക് വേണ്ടിയിട്ടൊരു ബോർഡിനെ നിയമിച്ചിട്ടുണ്ട്. ആ ബോർഡിനെയാണ് നാഷണൽ ബോർഡ് ഫോർ MSME എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ഓഫീസൊക്കെ ഡൽഹിയിലാണ്. അപ്പോൾ ബോർഡ് മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരാണ് ഈ ബോർഡിൻ്റെ മെമ്പേഴ്സ്. നോക്കാം. ഫസ്റ്റ് വൺ, ആദ്യം തന്നെ ഈ ബോർഡിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഒരു മിനിസ്റ്റർ ആയിരിക്കണം. പിന്നെ വൈസ് ചെയർപേഴ്സൺ സ്റ്റേറ്റിൻ്റെ ഒരു മിനിസ്റ്റർ ആയിരിക്കണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് 6 മിനിസ്റ്റേഴ്സ് വേണം. പിന്നെ 3 പാർലമെൻറ്റ് മെമ്പേഴ്സ് വേണം. പിന്നെ യൂണിയൻ ടെറിട്ടറിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണം. അതുപോലെ തന്നെ MSMEനെ നിയന്ത്രിക്കുന്ന ഒരു അഡ്മിൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഗവൺമെൻറ് സെക്രട്ടറി വേണം. പിന്നെ കൊമേഴ്സ്, ഇൻഡസ്ട്രി, ഫിനാൻസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ലേബർ ആൻഡ് പ്ലാനിങ്, ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള 4 സെക്രട്ടറീസ്, ഗവൺമെൻറ് സെക്രട്ടറീസ് വേണം. പിന്നെ നാഷണൽ ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സില്ലേ, അതിൻ്റെ ചെയർമാൻ ഉണ്ടായിരിക്കണം. പിന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്കില്ലേ, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ MD വേണം. പിന്നെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻസിൻ്റെ ചെയർമാൻ വേണം. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു ഓഫീസർ വേണം. പിന്നെ MSMEനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന 20 ആൾക്കാർ വേണം. പിന്നെ എക്കണോമിക്സ്, ഇൻഡസ്ട്രി, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലെ എക്സ്പേർട്ടായിട്ടുള്ള 3 ആൾക്കാർ വേണം. പിന്നെ സെൻട്രൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ, അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന 2 ആൾക്കാർ വേണം. ഓക്കെ, പിന്നെ MSMEനെ അഡ്മിൻ കൺട്രോൾ നടത്തുന്ന ഒരു ഓഫീസർ ഉണ്ടായിരിക്കണം.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെമ്പേഴ്സ്. ഈ നാഷണൽ ബോർഡിൻ്റെ എല്ലാ മെമ്പേഴ്സിനും MSME റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സിനെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യണത്. ഓക്കെ, എല്ലാം സെൻട്രൽ ഗവൺമെൻറ് രീതിയിലാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യണതും എല്ലാം ചെയ്യണതും. ഓക്കെ, പിന്നെ ഈ ബോർഡിൽ ഒരു വർഷത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരു ബോർഡ് മീറ്റപ്പ് ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട്. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബോർഡ് മീറ്റിംഗ് വെക്കണം. അടുത്തത് ബോർഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ MSMEനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യണത് ഈ നാഷണൽ ബോർഡാണ്. ഓക്കെ, പിന്നെ MSME റിലേറ്റഡ് ആയിട്ട് വരുന്ന പോളിസീസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, അതിനെയൊക്കെ റിവ്യൂ ചെയ്യണത് ഈ നാഷണൽ ബോർഡാണ്. അതുപോലെ തന്നെ MSME ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ മാറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, റെഫർ ചെയ്ത മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അഭിപ്രായം കൊടുക്കുന്നതും റെക്കമെൻഡേഷൻ ചെയ്യുന്നതൊക്കെ നാഷണൽ ബോർഡാണ്. അതുപോലെ നാഷണൽ ബോർഡാണ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത്. ഈ MSME റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫണ്ടൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, അതൊക്കെ ഈ പറഞ്ഞ നാഷണൽ ബോർഡാണ് അഡ്വൈസ് ചെയ്യണത്. ഓക്കെ, ഇത്രയുള്ളൂ ഫംഗ്ഷൻ. അത് മെമ്മറാണ്ടം ഓഫ് MSME. അപ്പോൾ MSME തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ആദ്യമേ തന്നെ MSME മെമ്മറാണ്ടം സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അതോറിറ്റീസിന് ഫയൽ ചെയ്യണം. ഓക്കെ, അടുത്തത് MSME ഫെസിലിറ്റേഷൻ കൗൺസിൽ, അതായത് ഒത്തുതീർപ്പാക്കുന്ന കൗൺസിൽ അല്ലെങ്കിൽ എല്ലാം എളുപ്പമാക്കുന്ന കൗൺസിൽ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഡ്യൂട്ടി. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് MSME റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം MSME ഫെസിലിറ്റേഷൻ കൗൺസിലിൽ സമീപിക്കും. എന്നിട്ട് അവരാണ് ഈ ഒത്തുതീർപ്പ് കണ്ടക്ട് ചെയ്യണത്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായം തേടും. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവരെ സമീപിച്ചിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും ഇവർ ഒത്തുതീർപ്പ് ചെയ്യണത്. ഓക്കെ, ഒത്തുതീർപ്പ് ചെയ്തിട്ടും അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ അവസാനം ആർബിട്രേറ്റർ അല്ലെങ്കിൽ കൺസിലിയേറ്ററിൻ്റെ അടുത്തേക്ക് വിടും, ഒരു മധ്യസ്ഥൻ്റെ അടുത്തേക്ക് വിടും, ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ റെഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്ത് 90 ഡേയ്സിനുള്ളിൽ അവർ അത് ഒത്തുതീർപ്പാക്കണം, ഒരു ഡിസിഷൻ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതാണ് MSME ഫെസിലിറ്റേഷൻ കൗൺസിൽ ബൈ സെൻട്രൽ. അടുത്തത് അഡ്വൈസറി കമ്മിറ്റി. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ അഡ്വൈസറി കമ്മിറ്റീനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഡ്വൈസറി കമ്മിറ്റീനകത്ത് ഈ പറഞ്ഞ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് MSME റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അഡ്മിൻ കൺട്രോളുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കുന്നത് ചെയർപേഴ്സൺ. പിന്നെ അടുത്ത മെമ്പർ MSME വിഷയത്തിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് 5 എണ്ണം ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് 3 എണ്ണം ഉണ്ടായിരിക്കണം. പിന്നെ നാഷണൽ ബോർഡിൻ്റെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കണം. പിന്നെ MSME അസോസിയേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ടായിരിക്കണം. അപ്പോൾ ഇതായിരിക്കണം മെമ്പേഴ്സ്, അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ഇവരായിരിക്കണം. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചേക്കുന്നത്? അതായത് ഇപ്പോൾ നാഷണൽ ബോർഡ് നേരത്തെ പറഞ്ഞല്ലോ, MSMEയുടെ നാഷണൽ ബോർഡ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ മാറ്റർ ഈ അഡ്വൈസറി കമ്മിറ്റീനെ ഏൽപ്പിക്കും. അഡ്വൈസറി കമ്മിറ്റി എന്ത് ചെയ്യും? അതിനെ ഫുള്ളും എക്സാമിൻ ചെയ്ത് വേണ്ട റെക്കമെൻഡേഷൻസൊക്കെ തിരിച്ച് നാഷണൽ ബോർഡിന് തന്നെ കൊടുക്കും. എന്തെങ്കിലും അഡ്വൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് സമയാകുമ്പോൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസൊക്കെ ഇറക്കും, നോട്ടിഫിക്കേഷൻസൊക്കെ ഇറക്കും. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MSMEയുടെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷൻ വർദ്ധിക്കാനും MSMEനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാനും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, എൻ്റർപ്രണേഴ്സിൻ്റെ ഇടയിൽ ഈ എൻ്റർപ്രണർഷിപ്പ് ആ കഴിവ്, ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപകരിക്കും. അതുപോലെ MSMEയുടെ ഇടയിൽ ടെക്നോളജിക്കലി ആയിട്ട് ഒരു അപ്ഗ്രഡേഷൻ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ MSME ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസീസോ പ്രാക്ടീസസോ ഉണ്ടാവുമല്ലോ, അതിനെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാനും ഇത് ഉപകരിക്കും. പിന്നെ MSMEയിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ബാക്ക്വേർഡ് ആയിട്ടുള്ള ലിങ്കേജസ്, ഫോർവേഡ് ആയിട്ടുള്ള ലിങ്കേജസിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താനും അതുപോലെ മാർക്കറ്റിംഗ് രീതിയിൽ എന്തെങ്കിലും ഒരു സേവനം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സമയത്തിന് ചില പ്രോഗ്രാംസ് സെൻട്രൽ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു പുരോഗതി MSME സെക്ടറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് മാക്സിമം നോക്കുന്നത്. ഓക്കെ.
അടുത്ത ഡെഡിക്കേറ്റഡ് ഫണ്ട് ഫോർ ദ സെക്ടർ, അതായത് MSME ഫണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ MSME ആക്ടിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് നിറവേറ്റാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇടയ്ക്ക് ഫണ്ട് ഗ്രാൻറ്റിൻ്റെ രൂപത്തിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടില്ല, അത് MSME സെക്ടറിന് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഒരു പർപ്പസിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ഈ ഫണ്ട് യൂസ് ചെയ്യേണ്ടത്. അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണത്. അതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് മെയിനായിട്ട് നോക്കണത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ MSME ഫണ്ട്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ഫണ്ട്. ഇനി അടുത്ത MSME ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ലെവലിൽ അതിൻ്റെ ഒരു പരിധിയിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഒരു MSME ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ രൂപീകരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഉള്ള മെമ്പേഴ്സ് ആയിരിക്കാം നോക്കാം. ആദ്യമേ തന്നെ ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടർ ഉണ്ടായിരിക്കണം. പിന്നെ MSME ബന്ധപ്പെട്ട അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണ ഒരാളുണ്ടായിരിക്കണം, 1 പേഴ്സൺ. പിന്നെ MSMEനെ സഹായിക്കുന്ന എന്തെങ്കിലും ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം. പിന്നെ ഇൻഡസ്ട്രി, ലോ, ട്രേഡ്, കൊമേഴ്സ്, ഫിനാൻസ് ഈ ഫീൽഡിലൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ആളുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് മെമ്പേഴ്സ്. ഇനി അടുത്ത ഡിലേഡ് പേയ്മെൻറ്റ് ടു MSME. അപ്പോൾ MSMEയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഗുഡ്സോ സർവീസസോ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടും ആ ബയ്യർ MSMEക്ക് തിരിച്ച് അത് കൊടുത്തില്ലെങ്കിൽ, പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ, ആ ബയ്യറിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റോടുകൂടി എല്ലാ മാസവും RBI പറഞ്ഞിരിക്കുന്ന ഒരു ബാങ്ക് റേറ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ 3 ഇരട്ടി വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അതിനാണ് ഡിലേഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഡിലേഡ് പേയ്മെൻറ്റ്സ് ടു MSME. അതുപോലെ തന്നെ ഈ MSME ബന്ധപ്പെട്ട ബയേഴ്സ് ഉണ്ടാവില്ല, അവരുടെയൊക്കെ ആനുവൽ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസും സബ്മിറ്റ് ചെയ്യണം. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ്, ഇനി എന്തോരം ഉണ്ട് അടയ്ക്കാൻ, ആ പറയുന്ന കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വേരിയസ് സ്കീംസ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതായത് MSMEനെ വളർത്താനും അത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പല ടൈപ്പിലുള്ള പ്രോഗ്രാം സ്കീംസൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സ്കീംസ് വഴി MSMEക്ക് ഈ പറഞ്ഞ ഗുണങ്ങളാണ് കിട്ടുന്നത്. അതായത് ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് ഫണ്ട് റെഡിയാവും. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് അതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഉണ്ടാവും, അത് അവർക്ക് യൂസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ എൻ്റർപ്രണർഷിപ്പിനെ ആ സ്കിൽസിനെ പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ MSME സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ടോ, ആ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, പാക്കേജിങ്, ആ എല്ലാ സ്റ്റേജസിലും ഇവർ സപ്പോർട്ട് ചെയ്യും. പിന്നെ MSME സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്ഷേമം അന്വേഷിക്കും. പിന്നെ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്സ് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട്, ബെറ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പല സ്കീംസിൻ്റെ ബെനിഫിറ്റ്സ്. അടുത്ത സിംഗിൾ വിൻഡോ രജിസ്ട്രേഷൻ പ്രോസസ്സ്. അതായത് ഇവിടെ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഫ്രം ഫസ്റ്റ് സ്റ്റേജ് ടു ഫൈനൽ സ്റ്റേജ് വരെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അതിനാണ് സിംഗിൾ വിൻഡോ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ. അടുത്തത് ഫ്രെയിംവർക്ക് ഫോർ റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് MSME. ഇവിടെ MSME ചിലപ്പോൾ ചില ബാങ്കിൽ നിന്ന് ലോൺസൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ. ലോൺ ഓരോരോ സമയമാകുമ്പോൾ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യണം MSME. അപ്പോൾ അതിൻ്റെ ആ ഷെഡ്യൂളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യും, ഓരോ കണ്ടീഷൻ അനുസരിച്ച്, ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ബാങ്കൊക്കെ ഒരു കമ്മിറ്റി കൂടും, എന്നിട്ട് അതിൻ്റേതായ കറക്റ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കും. ഇനി അടുത്ത പ്രൊക്യൂർമെൻറ്റ് പ്രിഫറൻസ് പോളിസി. അതായത് ഈ MSMEക്ക് മാത്രമാണ് ചില ഐറ്റംസൊക്കെ കിട്ടുള്ളൂ, അങ്ങനെ റിസർവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് പ്രൊക്യൂർമെൻറ്റ് പ്രിഫറൻസ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൈസ് പ്രിഫറൻസ്, അതുപോലെ തന്നെ വുമൺ എൻ്റർപ്രണേഴ്സിനാണ് കുറച്ചുകൂടി കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് ചില കാര്യം വരുമ്പോൾ. പിന്നെ ഡിലേ ഇൻ പേയ്മെൻറ്റ് ടു MSME അതൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ നമ്മൾ. പിന്നെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫണ്ടും അത് നമ്മൾ ഡിസ്കസ് ചെയ്ത MSME ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ അത്. പിന്നെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് MSME ഫെസിലിറ്റേഷൻ സെൻറ്റർ അതും നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അടുത്തത് NSIC. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ, അതായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MSMEനെ ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ആ വളർച്ചയെ സഹായിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ പല ഏരിയാസിലും ഈ NSIC MSMEക്ക് ഒരു സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റോ മെറ്റീരിയൽ മേടിക്കാൻ,
അത് കഴിയുമ്പോൾ അവരുണ്ടാക്കിയ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ടെക്നോളജീസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് മേടിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. അത് ഫുൾ സപ്പോർട്ട് ഇവരാണ് ചെയ്യുന്നത്, NSIC ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ MSME സ്കീം. ഈ സ്കീമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി MSME സെക്ടറിൽ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICT ടൂൾസ്, ആപ്ലിക്കേഷൻസൊക്കെ ഈ പ്രൊഡക്ഷൻ ആൻഡ് അവർ യൂസ് ചെയ്യുന്ന ബിസിനസ് പ്രോസസ്സിലൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ പല ടൈപ്പിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സാണ് MSMEക്ക് ഈ പറഞ്ഞ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ERP, അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ഡിസൈൻ, പിന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്ററി സോഫ്റ്റ്വെയർ ഒക്കെ. ഓക്കെ, അടുത്തത് ECLGS. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു സ്പെഷ്യൽ സ്കീമാണ്. അതായത് COVID-19 സമയത്ത് ആ സമയത്തൊക്കെ ഈ MSME സെക്ടറിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ച സമയമാണ്. അതായത് പൈസയും ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു അഡീഷണൽ ലോണൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട വിചാരിച്ചിട്ട് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു സ്കീമാണ്. അപ്പോൾ ഈ ബാങ്കുകാരും NBFC ഒക്കെ 100% ഗ്യാരണ്ടി കവറേജോടുകൂടി MSMEക്ക് ഫണ്ട് ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എമർജൻസി ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണിത്, ECLGS. ഓക്കെ, അടുത്തത് സെക്യൂർഡ് ബിസിനസ് ലോൺ. ഇത് SIDBI വഴിയാണ് MSMEക്ക് ഇത് ഫിനാൻഷ്യലായിട്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മൊത്തത്തിൽ MSMEയുടെ ആ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് SIDBI. അവർക്ക് പല പ്രോഗ്രാംസും പല സ്കീംസും ഇവരെ ഇടയ്ക്കിടയ്ക്ക് MSMEക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലും പിന്നെ ഫോറിൻ കറൻസിയുടെ കാര്യത്തിലൊക്കെ ഇവർ ഫുൾ സപ്പോർട്ട് ചെയ്യും MSMEനെ. അടുത്തത് PMEGP സ്കീം, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഈ സ്കീമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ സബ്സിഡിയുടെ രൂപത്തിൽ സഹായങ്ങൾ കൊടുക്കും MSMEക്ക്. അതുപോലെ തന്നെ നാട്ടിൻ പുറത്തും പട്ടണം അവിടെയൊക്കെ MSME വഴി കുറേ ജോലി അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും ഈ സ്കീം വഴി. ഓക്കെ, ഇതിനാണ് PMEGP സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്ത റിസർവേഷൻ പോളിസീസ് ഫോർ ദ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ്. അതായത് SSI യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അവർക്ക് മാത്രമാണ് ചില ഐറ്റംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ചില റോ മെറ്റീരിയൽ മേടിക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില കൺസ്യൂമർ ഗുഡ്സ് SSI യൂണിറ്റ്സിന് മാത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ SSI ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങി അവിടെയുള്ള ആൾക്കാർക്ക് ജോലി അവസരങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ലൈസൻസും അപ്രൂവലൊക്കെ കിട്ടുക. അതൊക്കെയാണ് ഈ പോളിസിയുടെ മെയിൻ ഉദ്ദേശം. ഇനി അടുത്ത സ്പെഷ്യൽ കൺസിഡറേഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർസ്, അതായത് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ സ്കീമുണ്ട്. ആ സ്കീമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് MSME സെക്ടർ ഈ ലോകമെമ്പാടും ഇൻ്റർനാഷണൽ ട്രേഡ് മേളകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പങ്കെടുപ്പിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ MSME ബിസിനസ്സിനെ രാജ്യം ഫുള്ളും ഓരോ രാജ്യം വേറെ രാജ്യത്തോട്ട് അതിൻ്റെ ബിസിനസ് ഫുള്ളും വികസിപ്പിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അടുത്ത ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ് ഈ പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക, കൺസൾട്ടൻസി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഒരാളുടെ ഉള്ളിലുള്ള എൻ്റർപ്രണർഷിപ്പ് ആ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും, പല പല സ്ഥലത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ. ബാക്കിയുള്ളതൊക്കെ ചുമ്മാ ഒന്ന് വായിച്ചു കൊടുത്ത് പോവാം. ഓക്കെ.